പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. UAE-യിൽ പ്രതിദിന കോവിഡ് കേസുകളിലും മരണത്തിലും വർധന തുടരുകയാണ്. ഇന്ന് 7 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 2190 പേർക്ക് കൂടി രോഗം ബാധിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 2,09,026 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതിൽ നിന്ന് 2,190 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ UAE-യിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,91,613 ഉയർന്നു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ വർധനവ് UAE-യിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് കോവിഡ് ബാധിച്ച് 7 പേരാണ് UAE-യിൽ മരിച്ചത്. ഇതോടെ UAE-യിലെ ആകെ കോവിഡ് മരണസംഖ്യ 1,717 ആയി. ഇന്ന് 2,132 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 18,936 പേരാണ് UAE-യിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ കോവിഡ് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഖോർഫക്കാൻ നഗരസഭ പരിശോധന ശക്തമാക്കി. പൊതുജനാരോഗ്യ വകുപ്പ്, ആരോഗ്യ നിയന്ത്രണ വിഭാഗം, ഖോർഫക്കാനിലെ കമ്മ്യൂണിറ്റി പോലീസ്, സാമ്പത്തിക വികസന വകുപ്പ്, മാനവ വിഭവശേഷി മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. 24 ദുബായ്. സൗദിയിൽ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും 10,000 കടന്നു. ജിദ്ദ, റിയാദ്, മക്ക എന്നീ നഗരങ്ങളിൽ 1000-ൽ കൂടുതൽ ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. 1,286 കോവിഡ് കേസുകളും 16 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 92,227 സാമ്പിളുകളാണ് സൗദിയിൽ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 1,286 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1.39% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 982 പേർ രോഗമുക്തി നേടി. 16 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ആക്റ്റീവ് കേസുകൾ വീണ്ടും 10,000 കടന്നു. 10,217 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 1,553 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,62,528 കോവിഡ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത്. 4,44,792 പേർ സുഖം പ്രാപിച്ചു. 7,519 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 96.17% രോഗമുക്തി നിരക്ക്. റിയാദ് നഗരത്തിൽ 225, ജിദ്ദയിൽ 194, മക്കയിൽ 116, ദമാമിൽ 36, മദീനയിൽ 13 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 1,675, റിയാദിൽ 1,072, മക്കയിൽ 1,051 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 1,54,20,214 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു. അതേസമയം അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ച 11 പള്ളികൾ കൂടി സൗദിയിൽ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു. ഇതോടെ 124 ദിവസങ്ങൾക്കിടെ 1,536 പള്ളികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. പ്രാർത്ഥിക്കാനെത്തുന്നവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നതിനെ തുടർന്നാണ് അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി പള്ളി അടക്കുന്നത്. 24 ജിദ്ദ. ഒമാനിൽ നിന്ന് 1,640 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19 മരണവും റിപ്പോർട്ട് ചെയ്തു. 1,065 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് 1,640 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,30,219 ആയി. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 19 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 2,467 ഉയർന്നു. 2,07,795 പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് മുക്തരായത്. 90.3% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 164 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1,065 ആയി. ഇതിൽ 345 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 ഒമാൻ. കുവൈറ്റിൽ 5 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ ആകെ എണ്ണം 1,806 ആയി. 1,391 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 1,279 പേരാണ് ഇന്ന് രോഗമുക്തരായത്. 14,926 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്നും ഇവരിൽ 158 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. UAE-യിൽ 3 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ സിനോഫാം കോവിഡ് വാക്സിന്റെ കാര്യക്ഷമത പരിശോധിക്കും. ഇമ്മ്യൂൺ ബ്രിഡ്ജ് സ്റ്റഡിക്കാണ് UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ചിരിക്കുന്നത്. രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയായിരിക്കും കുട്ടികളെ പഠനത്തിന്റെ ഭാഗമാക്കുക.
പൂർണ്ണമായും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും കുട്ടികളിലെ പഠനം നടത്തുക. വിവിധ രാജ്യക്കാരായ 900 കുട്ടികളിൽ വാക്സിൻ മൂലം ലഭിക്കുന്ന രോഗപ്രതിരോധ ശേഷി പഠന വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് അബുദാബി ആരോഗ്യ വകുപ്പ് അറിയിച്ചു. UAE-യിൽ 3 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ പഠനത്തിന്റെ ഭാഗമാക്കുക. ഓരോ കുട്ടിയെയും രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാകും പരീക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക. ഇവരുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടേയിരിക്കും. മധ്യപൂർവ്വദേശത്ത് ആദ്യമായി UAE-യിലാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഇത്തരത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച പഠനങ്ങൾ നടക്കുന്നത്. പഠനത്തിന്റെ ഫലം ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചൈന, USA, UK, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലും കുട്ടികളിൽ വാക്സിൻ നൽകുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. 24 ദുബായ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് ജൂലൈ 6 വരെ സാധാരണ സർവീസ് നടത്തില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസും ഇത്തരത്തിൽ UAE സിവിൽ വ്യോമയാന വകുപ്പിനെ ഉദ്ധരിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു. തങ്ങളുടെ വെബ്സൈറ്റിൽ വൈകാതെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ ബന്ധപ്പെട്ടാൽ സഹായം നൽകുന്നതാണെന്നും അധികൃതർ ട്വിറ്ററിലൂടെ അറിയിച്ചു. ഖത്തറിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 150-ൽ താഴെയെത്തി. ഇന്ന് 143 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ 24 മണിക്കൂറിനിടെ പുതുതായി 178 പേരാണ് രോഗമുക്തി നേടിയത്. 89 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 54 യാത്രക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. 2406 പേരാണ് നിലവിൽ രോഗബാധിതരായി ഉള്ളത്. ഇന്ന് ഖത്തറിൽ ഒരാൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. 58 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. ഇതോടെ ആകെ മരണപ്പെട്ടവരുടെ എണ്ണം 574 ഉയർന്നു. രാജ്യത്ത് ഇതുവരെ 2,16,301 പേർ രോഗമുക്തി നേടി. ആകെ കോവിഡ് കേസുകൾ 2,19,281. ഇന്ന് 15 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 167 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 19,015 ഡോസ് വാക്സിൻ നൽകി. ഇതോടുകൂടി 27,48,452 ഡോസ് വാക്സിനുകളാണ് നൽകിയത്. ഖത്തറിൽ കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച 259 പേർക്കെതിരെ കൂടി ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചു. മാസ്ക് ധരിക്കാത്തതിന് 251 പേരെയും സാമൂഹിക അകലം പാലിക്കാത്തതിന് 6 പേരെയും പിടികൂടി. സക്കറിയ സലാഹുദ്ദീൻ, 24 ദോഹ. ഹജ്ജ് കർമ്മങ്ങൾ ജൂലൈ 18-ന് ആരംഭിക്കുമെന്ന് ജ്യോതിശാസ്ത്ര നിഗമനം. ജൂലൈ 19-നായിരിക്കും അറഫ സംഗമമെന്നും പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ പറഞ്ഞു. എന്നാൽ മാസപ്പിറവി കണ്ടാൽ മാത്രമേ ഹജ്ജും ബലിപെരുന്നാളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. സൗദിയിലെ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനായ ഡോക്ടർ ഖാലിദ് സഹാക്കാണ് ദുൽഹജ്ജ് മാസപ്പിറവി സംബന്ധമായ നിഗമനങ്ങൾ പങ്കുവച്ചത്. ഇതുപ്രകാരം ജൂലൈ 11-ന് ഞായറാഴ്ച ഹിജ്റ കലണ്ടർ പ്രകാരം ദുൽഹജ്ജ് മാസം ആരംഭിക്കും. ജ്യോതിശാസ്ത്ര കണക്ക് പ്രകാരം ജൂലൈ 18-ന് ഞായറാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കും. ജൂലൈ 19 തിങ്കളാഴ്ചയായിരിക്കും ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ജൂലൈ 20 ചൊവ്വാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. നാളെ ദുൽഖഅദ് മാസം ആരംഭിക്കും. ദുൽഖഅദ് 30 പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദുൽഹജ്ജ് മാസം ആരംഭിക്കുകയെന്ന് ഖാലിദ് സഹാക്ക് അറിയിച്ചു. എന്നാൽ ദുൽഖഅദ് അവസാനം മാസപ്പിറവി കണ്ടാൽ മാത്രമേ ദുൽഹജ്ജ് മാസാരംഭവും അറഫ ദിനവും സൗദി സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയുള്ളൂ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുണ്യസ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. കോവിഡിനെതിരെ ഖത്തർ 1 മാസത്തിനകം സമൂഹ പ്രതിരോധശേഷി കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുതിർന്ന ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ. ലോകരാജ്യങ്ങളിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്വന്തമാക്കുന്ന ആദ്യ രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഖത്തറെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് വിഭാഗം ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. വരുന്ന മാസങ്ങളിൽ തന്നെ ഖത്തറിലെ ടൂറിസം മേഖല തുറന്നു നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ താനി പറഞ്ഞു. ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രമുഖ ബാങ്ക് സംഘടിപ്പിച്ച വിർച്വൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്സിൻ എടുത്ത ആളുകൾക്കായിരിക്കും ആദ്യം ഇളവുകൾ ലഭിക്കുക. രാജ്യത്തെ ഊർജിതമായ വാക്സിനേഷൻ ക്യാമ്പയിൻ മികച്ച ഫലമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഖത്തറിലെ പ്രായപൂർത്തിയായവരിൽ പകുതിയിലേറെ പേർ ഇതിനകം പൂർണ്ണമായും വാക്സിൻ എടുത്തു കഴിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ 2ാം ഘട്ടം അധികം വൈകാതെ ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സക്കറിയ സലാഹുദ്ദീൻ, 24 ദോഹ. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൗദിയിലെ ജിസാനിലെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ജല ഓൺലൈനിൽ പ്രവാസികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കോർപ്പറേറ്റ് വൽക്കരണത്തോടൊപ്പം ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ് പുതിയ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് മുൻമന്ത്രിയും CPIM നേതാവുമായ TK ഹംസ പറഞ്ഞു. പരിസ്ഥിതിയെ നശിപ്പിച്ച് ഗുജറാത്ത് നടപ്പാക്കിയ വികസന മാതൃകയാണ് ലക്ഷദ്വീപിലും നടപ്പാക്കുന്നതെന്ന്
കൂട്ടായ്മയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ലോക കേരള സഭാംഗവും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ മുബാറക് സാനി കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ കുവൈറ്റ് സന്ദർശനത്തിന് തുടക്കമായി. കുവൈറ്റ് ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈറ്റിലെത്തി. കുവൈറ്റ് വിദേശകാര്യമന്ത്രിയും ക്യാബിനറ്റ് കാര്യ സഹമന്ത്രിയുമായ ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബായുടെ ക്ഷണപ്രകാരമാണ് ഡോക്ടർ എസ് ജയശങ്കർ കുവൈറ്റിലെത്തിയത്. കുവൈറ്റിൽ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ റസാഖ് അൽ ഖലീഫയും ഇന്ത്യയിലെ കുവൈറ്റ് സ്ഥാനപതി ജാസിം അൽ നജൈമും ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജും എംബസിയിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ കുവൈറ്റ് നയതന്ത്ര ബന്ധം ആരംഭിച്ചതിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കുവൈറ്റിലെ ഭരണ നേതൃത്വവുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് അമീറിനുള്ള സന്ദേശം അദ്ദേഹം കൈമാറി. കോവിഡ് 2ാം തരംഗത്തിൽ ഇന്ത്യക്ക് സഹായം എത്തിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായ സുഹൃത്ത് രാജ്യമാണ് കുവൈറ്റെന്നും അതിന് ഇന്ത്യയുടെ നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. വിദേശകാര്യമന്ത്രിയുമായും വാണിജ്യ വ്യവസായകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനായി 24 മണിക്കൂറും സഹായം ലഭ്യമാകുന്ന കമ്മിറ്റി ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണ കരാറിലും 2 രാജ്യങ്ങളും ഒപ്പുവച്ചു. വാണിജ്യരംഗത്തെ പരസ്പര സഹകരണത്തിലും ഇന്ത്യയും കുവൈറ്റും കാത്തുസൂക്ഷിക്കുന്ന മികച്ച ബന്ധത്തിനും ആക്കം കൂട്ടുന്നതാവും ഈ സന്ദർശനം. 24 കുവൈറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരി ഖിദിയ പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. 334 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ബൃഹത് പദ്ധതിയുടെ സ്ഥലമെടുപ്പ് പൂർത്തിയായതായി ഖിദിയ ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. സൗദിയിലെ വൻകിട പദ്ധതികളിലൊന്നായ ഖിദിയ വിനോദ നഗരത്തിൽ 700 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ കരാർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒപ്പുവച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികൾക്കാവശ്യമായ പില്ലറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രദേശത്തെ നിരവധി മരങ്ങൾ പദ്ധതിയുടെ രൂപകൽപ്പനയ്ക്കനുസൃതമായി മാറ്റി നടുകയും ചെയ്തു. റിയാദിൽ നിന്ന് മക്ക റോഡിൽ 30 കിലോമീറ്റർ അകലെയാണ് ഖിദിയ പദ്ധതി. വിനോദ നഗരത്തിന്റെ 1ാം ഘട്ടം 2 വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോളർ കോസ്റ്റർ, ഏറ്റവും ഉയരമുള്ള ഡ്രോപ്പ് ടവർ, ഏറ്റവും വലിയ വാട്ടർ തീം പാർക്ക് എന്നിവ ഉൾപ്പെടെ 300 പ്രോജക്റ്റുകളാണ് ഖിദിയ പദ്ധതിയുടെ പ്രത്യേകത. ഇതിൽ 100 ലോക റെക്കോർഡ് നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഖിദിയ പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രത്യക്ഷമായി 17,000 പേർക്കും പരോക്ഷമായി 1 ലക്ഷം പേർക്കും ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം കൂടുതൽ ഗവർണറേറ്റുകളിലേക്ക് വ്യാപിപ്പിച്ചതായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ അറിയിച്ചു. 5G നെറ്റ്വർക്ക് ലഭ്യമായതോടെ രാജ്യത്തെ 53 ഗവർണറേറ്റുകളിൽ സേവനം ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി ടെലികോം, സെയിൻ, മൊബൈലി എന്നീ കമ്പനികളാണ് കൂടുതൽ പ്രദേശങ്ങളിൽ 5G സേവനം ലഭ്യമാക്കിയത്. പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ 53 ഗവർണറേറ്റുകളിൽ ഈ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളോടെ 5G സേവനം ലഭ്യമായി തുടങ്ങി. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സെയിൻ കമ്പനിയുടെ ഇന്റർനെറ്റ് 5G സേവനത്തിനാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ശരാശരി വേഗത 350 Mbps ആണെന്നും കമ്മീഷൻ അറിയിച്ചു. STCയുടേത് 348ഉം മൊബൈലിയുടേത് 231മാണ് വേഗത. ടെലികോം വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തും. ആരോഗ്യകരമായ മത്സരം നിലനിർത്തുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായാണ് ടെലികോം അതോറിറ്റി ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാനും കമ്പനികൾക്ക് സേവന നിലവാരം ഉയർത്താനും റിപ്പോർട്ട് സഹായിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 24 റിയാദ്. കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന പദ്ധതിയുമായി RP ഗ്രൂപ്പ്. നോർക്ക വഴി 5 കോടി രൂപയും RP ഫൗണ്ടേഷൻ വഴി 10 കോടി രൂപയും നൽകാനാണ് പദ്ധതിയെന്ന് RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള അറിയിച്ചു. കോവിഡ് മൂലം നിരവധി ആളുകൾ ദുരിതമനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള മലയാളികൾക്കായി സഹായഹസ്തവുമായി RP ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന അർഹരായ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് RP ഫൗണ്ടേഷൻ 15 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്യുമെന്ന് RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള അറിയിച്ചു. ഇതിൽ 5 കോടി രൂപ നോർക്ക റൂട്ട്സിലൂടെ കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി 15 കോടി രൂപ ഞാൻ കൊടുക്കുവാൻ തീരുമാനിച്ചു.
ഇതിൽ 10 കോടി രൂപ RP ഫൗണ്ടേഷൻ മുഖാനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ടും 5 കോടി രൂപ പ്രവാസികൾക്ക് വേണ്ടി നോർക്ക മുഖാന്തരം കൊടുക്കാൻ എൻ്റെ തീരുമാനം. ഈ അപേക്ഷ എത്രയും പെട്ടെന്ന് അയക്കുക. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഓണത്തിന് മുമ്പ് ഈ 15 കോടി രൂപയും കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. കോവിഡ് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പരമാവധി ആളുകളിലേക്ക് സഹായം എത്തിക്കാനാണ് RP ഫൗണ്ടേഷൻ ലക്ഷ്യം വെക്കുന്നതെന്നും സഹായം ലഭിക്കുന്നതിനായി അർഹരായ ആളുകൾക്ക് RP ഫൗണ്ടേഷനുമായി ബന്ധപ്പെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 ദുബായ്. തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടി എറണാകുളം പറവൂരിലെ ഒരു കുടുംബം. കിഡ്നി കരൾ രോഗബാധിതനായ പറവൂർ സ്വദേശി ഡെനീഷിന്റെ തുടർ ചികിത്സയ്ക്കായാണ് കുടുംബം സഹായം തേടുന്നത്. ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് ഡെനീഷിന്റെ ചികിത്സയ്ക്കുള്ള തുക വലിയ ചോദ്യചിഹ്നമാണ്. ശേഷം കുടുംബത്തിനൊപ്പമുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം സ്വപ്നം കാണുന്നുണ്ട് ഡെനീഷ് എന്ന ഈ ചെറുപ്പക്കാരൻ. 4 വർഷങ്ങൾക്ക് മുമ്പ് ബാധിച്ച മഞ്ഞപ്പിത്തമാണ് ഡെനീഷിന്റെ ജീവിതതാളങ്ങളെ മുഴുവൻ തകിടം മറിച്ചത്. ഇപ്പോൾ കിഡ്നിയുടെയും കരളിന്റെയും പ്രവർത്തനം 10% മാത്രമായി ചുരുങ്ങി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുന്ന ഡയാലിസിസ് മാത്രമാണ് ഇപ്പോൾ ഏക ആശ്വാസം. ഭാര്യയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തിലാണ് ദൈനംദിന ചിലവുകളും ചികിത്സയും കഴിഞ്ഞു പോകുന്നത്. ചികിത്സ ഇപ്പം കിഡ്നിയും ലിവറും മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയാലിസിസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിയുന്നത്ര വേഗത്തിൽ കിഡ്നി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഡെനീഷിന്റെ ജീവൻ നിലനിർത്താൻ ഏക വഴി. എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന 35 ലക്ഷം രൂപ എന്ന സംഖ്യ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഏകദേശം ഒരു 40 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുമെന്നാണ് അവർ പറയണത്. അപ്പം ഇപ്പോഴത്തെ ചികിത്സകൾ എല്ലാവരും സഹായിച്ച് ആണ്. തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഡെനീഷും കുടുംബവും. അതല്ലാതെ ഈ കുടുംബത്തിന് ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ല. 24 കൊച്ചി. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് വിവാദങ്ങൾ പ്രതിരോധിക്കാനുള്ള നീക്കവുമായി BJP. മുട്ടിൽ വനംകൊള്ള, സ്വർണ്ണക്കടത്ത് വിഷയങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ശ്രമം. മുട്ടിൽ മരമുറി കേസിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പ്രകാശ് ജാവദേക്കർ അറിയിച്ചതായി കേന്ദ്രമന്ത്രി V മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ഇടതു നേതാക്കൾ ആരോപണ വിധേയരായ മുഴുവൻ കേസുകളും പൊടിതട്ടിയെടുത്ത രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ നേതൃത്വത്തിൽ BJPയുടെ ശ്രമം. വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉറപ്പിക്കാനാണ് പദ്ധതി. ആദ്യപടിയായി മുട്ടിൽ വനംകൊള്ള കേസിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കാട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറിന് V മുരളീധരൻ കത്ത് നൽകി. വിഷയത്തിൽ കേന്ദ്രം ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടിയെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പ്രകാശ് ജാവദേക്കർ ഉറപ്പു നൽകിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം V മുരളീധരൻ പ്രതികരിച്ചു. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് അത്ഭുതകരമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ഇറക്കിയത്. മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവിറക്കുന്ന ആദ്യത്തെ സർക്കാരായിരിക്കും ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ. ഈ കാര്യത്തിൽ ഇത് വയനാടും അതുപോലെ ചില ജില്ലകളും മാത്രമേ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. സംസ്ഥാനത്തെ മുഴുവൻ ഭാഗങ്ങളിലെയും ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ നാളെ വയനാട് മുട്ടിലിൽ മരമുറി നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കും. ഇത്തരം വിഷയങ്ങൾ ഉയർത്തി സംസ്ഥാന സർക്കാരിനെതിരെ സമര പരമ്പരയ്ക്കാണ് BJP തുടക്കമിടുന്നത്. അഴിമതിരഹിത പ്രതിച്ഛായയുള്ള കുമ്മനം രാജശേഖരന് ഏകോപന ചുമതല നൽകി മുന്നിൽ നിർത്താനാണ് സംസ്ഥാന BJPയിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ പദ്ധതി. 24 ഡൽഹി, കൊച്ചി. മുട്ടിൽ മരമുറി കേസ് പ്രതിയെ മുഖ്യമന്ത്രി ഹസ്തദാനം ചെയ്യുന്ന ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസ് MLA PT തോമസ്. ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് എറണാകുളത്ത് മാംഗോ മൊബൈൽ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന മുഖ്യമന്ത്രിയാണ് 1.5 മാസത്തിന് ശേഷം കോഴിക്കോട്ട് ഹസ്തദാനം നടത്തിയതെന്ന് PT തോമസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പരാമർശിച്ചത് മാംഗോ മൊബൈൽ ഉദ്ഘാടന ചടങ്ങിനെക്കുറിച്ചല്ല, വെബ്സൈറ്റ് ഉദ്ഘാടനത്തെക്കുറിച്ചാണെന്ന് PT തോമസ് പറഞ്ഞു. മാംഗോ മൊബൈൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാമെന്നേറ്റ മുഖ്യമന്ത്രി താനല്ലെന്നും 2016 ഫെബ്രുവരിയിൽ മറ്റൊരാളാണ് മുഖ്യമന്ത്രിയെന്നും PT തോമസിന്റെ ആരോപണത്തോട് പ്രതികരിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. 2016 ഫെബ്രുവരി 29 മാംഗോ ഫോൺ കമ്പനി ഉടമകൾ അറസ്റ്റിലായത്. ഞാൻ അന്ന് മുഖ്യമന്ത്രിയേ അല്ല. അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
മുഖ്യമന്ത്രിയുടെ വാദം PT തോമസ് തള്ളി. 2017 ജനുവരി 22-നാണ് പിണറായി വിജയൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ബാങ്കറ്റ് ഹാളിൽ മാംഗോ മൊബൈൽ ഓൺലൈൻ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത്. നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് സംഘാടകരെന്നറിഞ്ഞ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി അവസാന നിമിഷം ഒഴിഞ്ഞുമാറിയത്. ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് മുകേഷ് MLA ശാസിച്ചെന്നാണ് അറിവ്. ഇതിനും 1.5 മാസത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി മാംഗോ മൊബൈൽ ഉടമയെ കോഴിക്കോട്ട് ഹസ്തദാനം ചെയ്തത്. ഈ കുപ്രസിദ്ധ കുറ്റവാളിയോടൊപ്പം മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് കൈകൊടുത്ത് നിൽക്കുന്ന പടമാണ് ഇത്. കോഴിക്കോട് MD വാസുദേവൻ നായരെ ആദരിക്കുന്ന ചടങ്ങാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വ്യക്തിപരമായ വിശദീകരണത്തിന് PT തോമസ് എഴുതിക്കൊടുത്തെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. ധനവിനിയോഗ ബിൽ ചർച്ചയ്ക്കിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടാണ് PT തോമസ് തന്റെ വാദമുഖങ്ങൾ നിരത്തിയത്. മരം മുറിയെക്കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിച്ചാൽ പല തലകളും ഉരുളുമെന്നും വാർത്താസമ്മേളനത്തിൽ PT തോമസ് പറഞ്ഞു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വനം കൊള്ളയിൽ സമഗ്രാന്വേഷണത്തിന് 5 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച് വനം വകുപ്പ്. 12 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം മുട്ടിൽ മരമുറിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വയനാട് മുട്ടിൽ മരമുറിയുടെ പശ്ചാത്തലത്തിലാണ് സമഗ്ര അന്വേഷണത്തിനുള്ള വനം വകുപ്പ് തീരുമാനം. 2020 മാർച്ച് മുതൽ സംസ്ഥാനത്ത് നടന്ന മരം മുറിക്കലിനെ കുറിച്ച് അന്വേഷിക്കാനാണ് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത്. DFOമാരുടെ നേതൃത്വത്തിൽ 5 സംഘങ്ങൾ വിശദമായ അന്വേഷണം നടത്തും. ആകെ 15 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. ഇന്ന് അന്വേഷണം ആരംഭിച്ച 22-ന് റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഗംഗാ സിംഗിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മരം മുറിക്കലിന്റെ അടക്കം എല്ലാ രേഖകളും പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. കൂടാതെ മരം മുറിച്ചു കൊണ്ടുപോയത് ഏത് ഗതാഗത സൗകര്യം ഉപയോഗിച്ചാണെന്നും പരിശോധിക്കണം. ഭൂമി സംബന്ധമായ വിവരങ്ങളും രേഖകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഉദ്യോഗസ്ഥരായ ഷാനവാസ് A, രാജു K ഫ്രാൻസിസ്, ആസിഫ് PK, അനീഷ് CP എന്നിവരായിരിക്കും 4 മേഖലകളിലായി അന്വേഷണം നടത്തുക. അതേസമയം വിവാദമായ മുട്ടിൽ മരമുറിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഫോറസ്റ്റ്, പോലീസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിനു ശേഷം അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ EDയുടെ തീരുമാനമുണ്ടാകും. 24 തിരുവനന്തപുരം. കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവതിയെ ബന്ദിയാക്കി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതി മാർട്ടിൻ ജോസഫ് അറസ്റ്റിലായി. പിടിയിലായത് മുണ്ടൂരിലെ ഒളിത്താവളത്തിൽ വെച്ചാണ്. അയ്യൻകുന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് നിന്നാണ് മാർട്ടിനെ പോലീസ് പിടികൂടിയത്. പോലീസും നാട്ടുകാരും സംയുക്തമായാണ് മാർട്ടിനു വേണ്ടി തെരച്ചിൽ നടത്തിയത്. 4 ദിവസങ്ങളായിട്ട് ഈ പ്രതിയെ അന്വേഷിച്ച് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഇന്നു മുതലാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി വിവരമുണ്ടായിരുന്നു. അത് വാർത്താ മാധ്യമങ്ങളോട് പരസ്യമായി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഡ്രോൺ അടക്കമുള്ള 50-ലധികം ഇവിടെയുള്ള പബ്ലിക് അടക്കമുള്ള ആൾക്കാർ പല ചേരികളായിട്ട് തിരിഞ്ഞ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ നടത്തിയത്. സകല പാർട്ടിയുടെയും അതുപോലെ സിവിൽ ഡിഫൻസിലെ ആൾക്കാർ ഉൾപ്പെടെയുള്ള 300-ലധികം പബ്ലിക്കിൻ്റെ സഹായത്തോടുകൂടി പല ചേരികളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ അയ്യങ്കുന്നുള്ള ഈ ഒരു കാട്ടിൽ രാത്രി ഈ കാട്ടിൽ നിന്നും ഈ പ്രതിയെ പിടികൂടാനായിട്ട് സാധിച്ചത്. മാർട്ടിനായി പോലീസ് ഡ്രോൺ ഉപയോഗിച്ചും വനമേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പ്രതിയെ ഉടൻ കൊച്ചിയിലെത്തിക്കും. പരിസരത്തായിരുന്നു. അവിടെ നാളെ ഓടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ചെന്ന് പെട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഹിന്ദിക്കാർ പറയണം ഞങ്ങളോട് അവിടെ 6:45 സമയത്ത് ഒരാൾ ഓടിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ടെന്ന് അവർ പറയണം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ കയറി ഞാൻ നോക്കുമ്പോൾ ആൾ ഒരു മരത്തിൻ്റെ ചില്ലയുടെ ഉള്ളിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കീഴടങ്ങിയ ആള്. മാർട്ടിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 3 സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മാർട്ടിനെതിരെ അതിനിടെ പരാതിയുമായി മറ്റൊരു പെൺകുട്ടിയും രംഗത്തു വന്നു. ശാരീരികമായി ആക്രമിച്ചു എന്നാരോപിച്ച് പരാതി നൽകിയിട്ടുണ്ട്. രാജ്യദ്രോഹ പരാമർശം നടത്തിയതിനെന്നാരോപിച്ച് ലക്ഷദ്വീപ് ആക്ടിവിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകയുമായ ആയിഷ സുൽത്താനയ്ക്കെതിരെ കേസെടുത്തു. ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാർ കോവിഡിനെ ജൈവായുധമാക്കി ഉപയോഗിക്കുന്നുവെന്ന് പരാമർശം നടത്തിയതിനാണ് കേസ്. BJP ലക്ഷദ്വീപ് ഘടകം പ്രസിഡന്റ് C. അബ്ദുൽ ഖാദർ ഹാജിയാണ് പരാതി നൽകിയത്. എന്നാൽ കോവിഡ് SOPയിൽ ഇളവ് നൽകിയതിനെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ആയിഷയുടെ വിശദീകരണം. അതേസമയം ആയിഷ സുൽത്താനയ്ക്കെതിരെ കേസെടുത്തത് പ്രതിഷേധാർഹമാണെന്നും നിയമപരമായി എല്ലാ സഹായവും ആയിഷയ്ക്ക് നൽകുമെന്നും ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ 24-നോട് പറഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞ ആള് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല എന്ന് പറയുമ്പോ പിന്നെ ഫർദർ അങ്ങനെ ആണെന്ന് വേറെയാൾക്കാർ പറയാനുള്ള ആവശ്യമുള്ളതിൽ ഇനിയിപ്പോ FIR ഇട്ട് സ്ഥിതിക്ക് ആ കുട്ടിക്ക് വേണ്ട ലീഗൽ സപ്പോർട്ടും കാര്യങ്ങളും വേണ്ട സപ്പോർട്ടും കൊടുക്കും. എല്ലാ കാര്യങ്ങൾക്കും ലക്ഷദ്വീപ് വേണ്ട രീതിയിൽ സഹായം കൊടുക്കും. അതിന്
സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തതിന്റെ പേരിൽ കാമുകൻ തീകൊളുത്തിയ യുവതി മരിച്ചു. കൊല്ലം ഇടമുളയ്ക്കൽ സ്വദേശി ആതിരയാണ് മരിച്ചത്. കാമുകൻ ഷാനവാസും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കാമുകൻ ഷാനവാസ് ആതിരയെ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തിയത്. യുവതിയോടൊപ്പം കഴിഞ്ഞു വന്ന ഷാനവാസും പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആതിരയുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാനവാസ് പോലീസ് നിരീക്ഷണത്തിലാണുള്ളത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ചെയ്തതിനെക്കുറിച്ചുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ആതിരയുടെ നിലവിളി കേട്ടോടി വന്ന നാട്ടുകാരാണ് തീ പടരുന്നത് കണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചൽ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു. ചെറിയ മഴയുണ്ടായിരുന്നു. അദ്ദേഹം പുറത്ത് പോയിട്ട് വന്ന ശേഷം മഴക്കുപോയിലൊന്നും തോന്നിയില്ല. പിന്നീട് നോക്കുന്ന കാണാം ഒരു ബഹളം കേട്ടു. ഞാൻ നോക്കുന്ന കാണാം ഈ കുട്ടി തീ കത്തി വരിക. ഗുരുതരമായി പരുക്കേറ്റ ആതിരയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഷാനവാസിനും 40% പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരും 2 വർഷമായി ഒന്നിച്ചു കഴിയുകയായിരുന്നു. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇവർക്കുണ്ട്. ഇരുവരും നേരത്തെ വേറെ വിവാഹം കഴിച്ചിരുന്നു. അതിൽ ഇരുവർക്കും 2 കുട്ടികൾ വീതമുണ്ട്. 24 കൊല്ലം. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി 24news.com സന്ദർശിക്കുക. ഫോക്കസ് പൂർത്തിയാവുന്നു.